ഷെഫീന ബീബി, ഉപ്പും മുളകും ലൈറ്റ്, പൊന്നൂസ് വ്ളോഗ്, ഈ മൂന്ന് ആൾക്കാരെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഷെഫീന ബീബി ഇന്നലെ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്ന് തെറിത്താത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗർമാരിൽ രണ്ടുപേര്, ആ ചേച്ചിയും ചേട്ടനും വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ മകളുടെ എന്തോ അപോഷണായ കാര്യങ്ങളും ഇതൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, ഉപ്പും മുളകും ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടന്റിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. അവരെന്ത് കിട്ടിക്കഴിഞ്ഞാലും കണ്ടന്റ് ആക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ആ രണ്ട് പെൺകുട്ടികളുടെയും കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിപ്പിച്ചു കൊടുത്തതല്ല. ആ പെൺകുട്ടികൾ രണ്ട് ഒളിച്ചോടുന്നത് വരെ ഇവർ പാത്തിങ്ങനെ ഇരിക്കും. ഒളിച്ചോടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. രണ്ട് പേരുടെ കല്യാണ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിക്ക് ലാഭം തന്നെയാണ്. ഒരു ഉറുപ്പ്യ മുടക്കില്ല. അത് മാത്രമല്ല, വീഡിയോ ഇട്ടിട്ട് ലക്ഷക്കണക്കിന് വ്യൂസ് പൈസ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒളിച്ചോടി കഴിഞ്ഞിട്ട് സ്വന്തം മകളെ പറ്റിയിട്ട് മോശമായ കാര്യങ്ങളെ ഈ അമ്മയും അച്ഛനും വന്ന് പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ ഓർത്തത് എന്താണെന്നറിയാം, ഇനി ജീവിതത്തിൽ ഇവർ ഒന്നിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഓരോ കാര്യങ്ങൾ, ഇവരുടെ മകൾക്ക് വരുന്ന നെഗറ്റീവുകൾ, അതായത് ഒരു അച്ഛനും അമ്മ പോലും ഇനി അറിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനോട് അതൊന്നും വിളിച്ചു പറയില്ല. അതായത് മകള് പല സന്ദർഭങ്ങളിലും തന്നെ പലപ്പോഴും തന്നെ ഇവന്റെ കൂടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾക്ക് അറിഞ്ഞാൽ പോലും എന്ന് പറഞ്ഞാൽ നമ്മൾ മുണ്ടൂലല്ലോ പബ്ലിക്കിനോട്. പക്ഷെ ഈ അമ്മയും അച്ഛനും വളരെ ഡീസൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം തുറന്നു പറയും. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു കമന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ വെച്ചിട്ടോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീഡിയോ ചെയ്യും. ഏതായാലും ഒളിച്ചോട്ടം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ പൈസ ലാഭം, പിന്നെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തു. എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗുണം തന്നെയാണ്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നതാണ്. അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. മറ്റുള്ളവന്റെ മനസ്സോ അല്ലെങ്കിൽ വേറെ ഒന്നോ ഇതൊന്നുമില്ല. ഇപ്പൊ ഈ അച്ഛനും അമ്മയും എന്ന് പറയുന്നുണ്ടല്ലോ, അവര് ഭയങ്കര സംഭവമാണ്. ഞാൻ ഒരു കാര്യം പറയാം, അവര് സംഭവം തന്നെയാണ്. പക്ഷെ അവരും കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരച്ഛനും അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ വേറെ തരത്തിൽ മക്കളെ വളർത്തുന്ന രീതിയിലോ മക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മക്കളെ ഭയങ്കരമായി കെയർ ചെയ്യാനോ പോകുന്ന ഒരു അച്ഛനോ അമ്മയൊന്നും അല്ല. രണ്ട് മക്കളും അല്ലാതെ ഇറങ്ങിപ്പോകടോ. ഒരാൾ ഇറങ്ങിപ്പോയി, ശരിയാണ്. രണ്ടാമത്തെ ആളും ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ രണ്ട് മക്കളെ പറ്റിയിട്ടും കുറ്റം പറയുക. എന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരെ കുറ്റം പറയുക. എന്നിട്ട് അതൊക്കെ കണ്ടന്റ് ആക്കിയിട്ട് പിന്നെ യാതൊരു ഉളുപ്പും ഇല്ലാതെ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞ ഉപ്പും മുളകും ഫാമിലിയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ മുതൽ വന്നിട്ട് ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഇവരുടെ ജോലികളും ഇതൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കാനും കുറേ ആൾക്കാരുണ്ട്. അത് കേൾക്കോ കേൾക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്ന് സഹോദരിമാർ, എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങൾ ഇതുപോലെ വന്നിട്ട് ഇനി മെഴുകാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നിങ്ങളുടെ കയ്യിലാണ് പൂർണ്ണമായിട്ടും തെറ്റുകള്. ഇവിടെ നിങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ മരമണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? അതായത് നിങ്ങളുടെ മക്കളുടെ കല്യാണം മര്യാദയ്ക്ക് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു തരത്തിലില്ല, അവരെ കുറ്റം പറഞ്ഞ് വീഡിയോയും കൂട്ടിയിട്ടിരിക്കുന്നു. അതായത് അച്ഛനമ്മമാർ ഒരു മക്കളെ പറ്റിയിട്ടും ഇതുപോലെ പറയാറില്ല. ഈ പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു മൂത്ത പെൺകൊച്ചിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരെന്ന് വിളിച്ചു പറഞ്ഞത്. ഓരോ വീഡിയോയിലും വന്നിട്ട് ഇവർ വിളിച്ചു പറയുമ്പോഴേ ആ ഒരു എന്താ പറയുക, കണ്ടന്റ് ഉണ്ട്, നല്ല രീതിയിൽ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. റിയാക്ഷൻകാർക്കൊക്കെ ജാഗ്രത തന്നെയാണ്. പക്ഷെ ഇവരുടെ വീട്ടിലുള്ള ആ സംഭവം എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുക. ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചളിയൊന്നുമല്ല, നല്ല നാറ്റുള്ള ചളി വാരി എറിയുന്ന ഒരു ടീമാണ് ഇവർ. വേറെ ഒന്നുമല്ല, നല്ല നാറ്റുള്ള ചളി വാരിയിട്ട് എറിയുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചളിയൊന്നുമല്ല. സാധാരണ ചളിയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം. ഇതെന്ന് പറയുന്നത് അമ്മാതിരി വൃത്തികെട്ട ചളി വാരി എറിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ കാര്യമോ, വീട്ടിൽ പറയേണ്ടത് വീട്ടിൽ പറയാ, പബ്ലിക്കിൽ പറയേണ്ടത് പബ്ലിക്കിൽ പറയാ. അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തു വെച്ച് മുന്നിൽ കണ്ടന്റ് ആക്കി ഇടുക. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും കണ്ടന്റ് ആക്കി ഇടുക, അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും കണ്ടന്റ് ആക്കി ഇടുക, എന്ത് മണ്ണാങ്കട്ടിയും കണ്ടന്റ് ആക്കി ഇടുക. അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെഫീന ബീബി അല്ല മറ്റുള്ളവർ പറയുന്നതൊക്കെ ഇതുപോലെ വിമർശനം വന്നു വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ മിണ്ടാതിരിക്കണം. അതല്ലേ വേണ്ട, നിങ്ങളും നിങ്ങളെ മക്കളും കൂടിയിട്ട് എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ആഘോഷം ഇതായി, അതൊക്കെ ആയി, ശരിയാണ്, അവർ ദുഃഖത്തിലാണ്, അതവിടെ കഴിഞ്ഞ് അവരുടെ കാര്യമോ.
അവരെന്ത് ചെയ്യണം? അവർ മിണ്ടാതിരിക്കണം. അവരുടെ സ്വകാര്യ ദുഃഖമാക്കിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന അബോഷണമൊന്നുമല്ല. ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ ഇവർക്ക് മാത്രം എന്തോ ഒരു ദുഃഖമുള്ളതുപോലെയും ഇതെന്തോ ഒരു വലിയ ഇതായിട്ട്, അതായത് വലിയ സംഭവം തന്നെയാണ്, സംഭവം അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇത് ഇവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് ഇവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങളുടെ സ്വകാര്യ ദുഃഖമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാതിരിക്കുക. പണ്ടൊരുത്തനായിരുന്നു, ഒരു താത്തയെ കല്യാണം കഴിച്ചിട്ട്, അതായത് തന്നെക്കാൾ 10-15 വയസ്സ് അധികമുള്ള ഒരു താത്തയെ കല്യാണം കഴിച്ച ഒരുത്തനുണ്ടായിരുന്നല്ലോ, എന്നാൽ TT ഫാമിലിയാ. ആ ചങ്ങാതി ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാവം സ്ത്രീയെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചപ്പോഴേ അവൻ ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്യുകയാണ്. അവൻ പറയുകയാണ് ഇതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഇവൻ എങ്ങനെ കണ്ടന്റ് തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങള് വീണ്ടും വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ്. അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യൂ ആണ്, നല്ല പൈസയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും വൃത്തികെട്ട പരിപാടികൾ ഇവർ ചെയ്യുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക? കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്നിട്ട് എന്നാ പിന്നെ കയറി പിടിച്ചോ എന്നുള്ള രീതിയിൽ വളരെ മോശം തന്നെയാണ്. ഒരിക്കലും അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞൊരു സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിൽ വെക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ വീഡിയോ ഇട്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ഇപ്പോഴും കോപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ കാണിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പല തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പക്ഷേ ഇവർക്കൊന്നും അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ വെച്ചാൽ ഈ രോഗം പറഞ്ഞിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വിഷമം പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞിട്ടും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ രാവിലെ തന്നെ തുടങ്ങുന്നത്. ഏതായാലും ഉപ്പും മുളകും ഫാമിലി രാവിലെ തന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു പോസിറ്റീവ് അവർ പറയുന്നുണ്ടോ? അവരെന്താണ് ചെയ്യേണ്ടത്? ശരിക്കും അവരുടെ ജീവിത വിജയങ്ങളെ പറ്റി പറയുക, അതായത് അവരുടെ ആദ്യകാലത്തെ ജീവിതത്തെ പറ്റി പറയാ. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറയാ. അതൊന്നും ചെയ്യത്തില്ല. കാരണം എന്താ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും പോയിട്ട് ഈ ബിസിനസ് തുടങ്ങിയാലോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിൽ രണ്ടാൾക്കും ഉള്ളത് കൊണ്ട് അങ്ങനെയൊന്നും അവർ പറയാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വ്ളോഗ് കാണുന്നവരെ ശരിക്കും പറഞ്ഞാൽ നമിച്ചിരിക്കുന്നു. പിന്നെ ഇവർ പറയുന്നത് പോലെ ഷെഫീന ബീബി എന്ന് പറയുന്ന അവരെ എന്താ പറയുക, തെറിത്താത്ത ഇതാത്ത എന്നൊക്കെ പറയുന്നത് വളരെ മോശം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരെ പക്ഷം കൂടുകയോ അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം ഭയങ്കര സംഭവമായിട്ടൊന്നും ഞാൻ എടുക്കുന്നൊന്നുമില്ല. പക്ഷെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഇവർ രണ്ടെണ്ണം വിളിക്കുന്നതുകൊണ്ടല്ലേ, അവിടെ ആവശ്യമല്ലേ, അവന് രണ്ടെണ്ണം ആവശ്യമല്ലേ എന്ന് നമുക്കും തോന്നിപ്പോകുമായിരുന്നു. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴെന്താ ഇവിടെ സംഭവിക്കുന്നത് അറിയാം. കുറേ ആൾക്കാർ, ഈ താത്തയോട് വൈരാഗ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും? ഇവരെ അങ്ങ് പ്രസ് ചെയ്യും. ഇവരെ പ്രസ് ചെയ്തിട്ട് പറയും, ആ കൊടുത്തോ രണ്ടെണ്ണം നിങ്ങൾ ഇപ്പുറത്ത് നിന്ന്. കാരണം എന്താ വെച്ചാൽ ഇതൊരു കോക്കസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രേണു സുധിയുടെ വിഷയത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ചും, ഇന്നലെ അസുഖം വന്നപ്പോഴേ എല്ലാവരും വീണ്ടും പിരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴേ എല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ചിലപ്പോൾ താത്തയ്ക്കെതിരെ തിരിയാൻ, പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഇടയിൽ കിടന്ന് പെടയുന്നത് എന്ന് പറഞ്ഞ പ്രേക്ഷകരാണ്. അതുകൊണ്ട് ഷെഫീന ബീബീനെ മാത്രം നമുക്ക് കുറ്റം പറ്റൊന്നും കാര്യമില്ല. നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയിൽ പോകുമ്പോൾ ആരൊക്കെയും കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഷെഫീന ബീബി ചെയ്യുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ തെറ്റാണെന്നോ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നിങ്ങൾ നല്ല വ്ളോഗും ചെയ്യാറുണ്ട്, മോശം വ്ളോഗും ചെയ്യാറുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ. നന്ദി, നമസ്കാരം.